ഹായ്. അപ്പം നിങ്ങളുടെ മോഡൽ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതോ ഇനി തുടങ്ങിയിട്ടില്ല, എവിടെ നിന്ന് തുടങ്ങും എന്നുള്ള വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നോ വറീസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ആയിട്ടാണ്. ഓക്കെ, ഓൾറെഡി നമ്മളൊരു ഫസ്റ്റ് ചാപ്റ്ററിന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ നമ്മൾ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, ലെസ് ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞ് മിസ് ഓരോന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമുക്ക് മോഡൽ എക്സാം വന്നു, നിങ്ങൾ കണ്ട പോലെ തന്നെ എല്ലാ ദിവസവും 2 സബ്ജക്റ്റ് വെച്ചിട്ടാണ്. അത് പ്രത്യേകിച്ച് അക്കൗണ്ടൻസി എക്കണോമിക്സും കൂടാണ് ഒരുമിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെ മൂഞ്ചി, ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി എന്തായാലും ചിലരൊക്കെ ചില കമൻ്റൊക്കെ കണ്ടായിരുന്നു, ഇനിയിപ്പം മോഡൽ എക്സാമിന് മാർക്ക് നോക്കണ്ട, കിട്ടൂല, എന്തായാലും പൊട്ടും എന്നുള്ള രീതിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നവർ കാണും. ചിലർ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്നവരായിരിക്കും. ചിലർ ടെൻഷൻ അടിച്ചിട്ട് ലാസ്റ്റ് ഉള്ളതും കൂടെ പോകുന്ന അവസ്ഥയായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു ടെൻഷനും സംഭവമൊന്നും വേണ്ട. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകും, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ ചെയ്ത പോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ വിടരുത്, ഇനി എന്തൊക്കെ വന്നാലും അല്ലെങ്കിൽ സമയം ഇല്ലെങ്കിൽ പോലും ആ ഒരു പോർഷൻ വിടരുത് എന്ന പോലെ പഠിച്ചുകൊണ്ട് പോകേണ്ട പോർഷൻസും, അതേപോലെ ചില ഇയേഴ്സിൽ അത് ചോദിച്ചിട്ടുണ്ട്, ചില ഇയേഴ്സിൽ ചോദിച്ചിട്ടില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ 2 വർഷം ചോദിച്ചാൽ ചിലപ്പോൾ 1 വർഷം ചോദിക്കത്തില്ലായിരിക്കും. പിന്നെ ചിലപ്പം അടുത്ത വർഷം ചോദിക്കുമായിരിക്കും. ഓക്കെ, ചിലപ്പം 3 വർഷം കണ്ടിന്യൂസ് ചോദിക്കും, പിന്നെ ഒരു 2 വർഷം ചോദിക്കത്തില്ല. അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നമുക്ക് വിടാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. എന്നാൽ എന്താ പറയുക, നമ്മൾ ആദ്യം പറഞ്ഞ വിടരുത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പഠിക്കണമെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു ഇതായിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ നമുക്കത് വിടാൻ പറ്റില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്, അതാണ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ മിസ് കൊടുത്തേക്കുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ പറഞ്ഞ പോലെ ചിലപ്പം ഒരു 4-5 വർഷം കൂടുമ്പോഴോ, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അവർക്കൊരു ഇത് തോന്നും, നമുക്കത് ചോദിക്കാം, നിങ്ങളുടെ സിലബസിലുള്ളതാണ്, പഠിക്കേണ്ടതുമാണ്, വിടാൻ പറ്റൂല. പക്ഷെ അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതെപ്പോഴാണ് ചോദിക്കുന്നതെന്നുള്ളത് നമുക്ക് പറയാനും പറ്റൂല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചുരുക്കം പറഞ്ഞാൽ എല്ലാം പഠിക്കണം എന്നുള്ളതല്ല. അങ്ങനെയല്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ എക്സാം നമ്മളെല്ലാം പഠിച്ചിട്ടു. ഓക്കെ, അവിടെ പിന്നെ ഈ പറഞ്ഞ പോലെ വെരി ഇമ്പോർട്ടൻറ്റ്, ലെസ് ഇമ്പോർട്ടൻ്റ്, അതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, നമുക്ക് ഒറ്റൊരു കാര്യമുള്ള എല്ലാം പഠിച്ചിട്ട് പോയി എവിടുന്നാ ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, അതങ്ങനെയാണ്. പക്ഷെ നമുക്ക് മോഡൽ എക്സാമിന് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, ഈ ഒരു രീതിയിൽ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പഠിച്ചിട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്നാണെങ്കിലും ഇരുന്നൊന്നും വായിച്ചിട്ട് പോലും നടക്കില്ല. നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും, അല്ലെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാം പഠിച്ചിട്ട് പോകാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞാലും ഇവിടുന്ന് നടക്കാനാണ്. 9 ചാപ്റ്റേഴ്സ് ഉണ്ട് അക്കൗണ്ടൻസിക്ക്, അതേപോലെ തന്നെ എക്കണോമിക്സിനുണ്ട്. അത് എക്കണോമിക്സ് മാത്രമാണെങ്കിലും നിങ്ങളായിരിക്കും കുഴപ്പമില്ല, അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും പറഞ്ഞ് മറ്റേ വിക്രമാദിത്യനും വേതാളവും എന്ന് പറയുന്ന പോലെ രണ്ടും കൂടെ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം മിസ് ഈ പറഞ്ഞ 2 ആദ്യം കൊടുത്തേക്കുന്ന വെരി ഇമ്പോർട്ടൻ്റ് കൊടുത്തേക്കുന്നത് മിസ് ചെയ്യാതെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. വേറെ ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും പഠിക്കാം. പിന്നെ സമയം ഉണ്ടെങ്കിൽ ഈ ലെസ് ഇമ്പോർട്ടൻ്റ് എന്നും പറഞ്ഞ് കൊടുത്തേക്കുന്നത് നോക്കിയിട്ട് പോവാം. ഓക്കെ, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ മോഡൽ എക്സാമിന് വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, അപ്പം അതിലോട്ട് നമുക്ക് കടക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇതേ മിസ് ഒരു സണ്ണ്, സ്റ്റാറ്, മൂൺ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, പെട്ടെന്ന് നമുക്ക് ഒരു ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മിസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇട്ടേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് ഇനി വല്ല പൂ വരയ്ക്കണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരച്ചിട്ടാണ് നിങ്ങൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ. പക്ഷെ അങ്ങനെ മാർക്ക് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. അപ്പം നമുക്ക് കുറച്ചുകൂടി എക്സാമിൻ്റെ തലേന്ന് കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നും ഐശ്വര്യമായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, അടുത്തത് മിസ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഒരു 2008-9 തൊട്ട് 2023 വരെ ചോദിച്ചിട്ടുള്ള എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ്. ഓക്കെ, എക്സാക്റ്റ് നമ്പറൊന്നും അല്ലെങ്കിലും ഏറെക്കുറെ ചോദിച്ചിട്ടുള്ള നമ്പേഴ്സാണ് മിസ് ഇവിടെ കൊടുത്തേക്കുന്നത്. കുറേ വർഷം, മോർ ദാൻ 10 ഇയേഴ്സിൻ്റെ മിസ് നോക്കിയതിൽ നിന്ന് MCQ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ഇത്രയും വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്രയും വർഷമുണ്ട്, ആലോചിക്കണം, അല്ല 2-3 വർഷത്തെ അല്ല, 2008-9 തൊട്ട്
തൊട്ട് ഈ പറഞ്ഞ പോലെ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തതിൽ നിന്ന് മിസ്സിന് കിട്ടിയതാണ് മിസ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ MCQ ഈ പറഞ്ഞ പോലെ 19 ഒരു ടോട്ടലി ഇത്രയും വർഷത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2008-9 തൊട്ടുള്ളതാണ് മിസ് പറയുന്നത്. അത്രയും നാള് അത് ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് അടുത്ത നോക്കുമ്പോൾ വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും വർഷമാണ്, നിങ്ങൾ വർഷം മറന്നു പോകരുത്. ഓക്കെ, പിന്നെ അതേ 3 മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ളത് 10 ആണ്. ഓക്കെ, പിന്നെ ലോങ് ആൻസർ 4 മാർക്ക് 5 മാർക്ക് 6 മാർക്ക് എന്നുള്ള രീതിയിൽ 4 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട്. 5 മാർക്ക് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യനാണ് ഇത്രയും വർഷം എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതുവരെ അങ്ങനെ ചോദിച്ചില്ല. 6 മാർക്കിൻ്റെ മിസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വേറെ ഒന്നുമല്ല. ചില വർഷങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ പാറ്റേണും സംഭവം കാര്യങ്ങളും മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും വർഷത്തെ റെഫർ ചെയ്യുമ്പം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 മാർക്ക് എന്നുള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എസ്സേ പറഞ്ഞ പോലെ 2 എണ്ണം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ചിലപ്പം 2 പ്രോബ്ലം ആയിരിക്കും വരുന്നത്, എന്നിട്ട് ഒരു തിയറി എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ചോദിക്കാനാണെങ്കിൽ തിയറി ചോദിക്കാൻ എന്നുള്ള നിങ്ങൾക്ക് 3 എണ്ണം കൊടുത്തേക്ക് അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതാമെന്നുള്ളതായിരിക്കും. അപ്പോൾ അതിൽ 3 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും ചിലപ്പോൾ ഒരു തിയറി ആയിരിക്കും. ഓക്കെ, മിസ്സൊക്കെ പഠിക്കുന്ന ടൈമിൽ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ അത് ചിലപ്പോൾ 3 പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്, ഡിപ്പെൻസ് അപ്പോൾ. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന 2 തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അത് ചിലപ്പം അവർ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഏതൊക്കെയാണെന്നുള്ളത്. ഇല്ലെങ്കിൽ റാൻഡമായിട്ട് ഈ പറഞ്ഞ പോലെ അക്കൗണ്ടിങ് തിയറീസ് എഴുതാൻ എന്നുള്ള ഏതെങ്കിലും 8 എഴുതാൻ അങ്ങനെ രീതിയിലും ചോദിക്കാം. സോ എങ്ങനെയാണെങ്കിലും ഇതാണ് ഇത്രയും നാൾ അല്ലെങ്കിൽ ഇത്രയും വർഷം എന്നുള്ള രീതിയിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എസ്സേ എന്നുള്ള രീതിയിൽ വളരെ ചുരുക്കമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത് തന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രോബ്ലം ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ അത് മാക്സിമം അത് എഴുതാമെന്നുള്ളതാണ്. ഓക്കെ, കാരണം പ്രോബ്ലം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാർക്ക് മാറ്റാനോ വെക്കാനോ ഒന്നും അവർ പോകത്തില്ല. 8 മാർക്കിന് എഴുതിയിട്ടുണ്ടോ 8 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. അത് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ അതിന് തെറ്റിയാൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്തതിനൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് കിട്ടും. പക്ഷെ തിയറി പറഞ്ഞ പോലെ നിങ്ങളിനി എന്താ പറയുക 20 മാർക്കിൻ്റെ എഴുതി വെച്ചാലും 8 മാർക്ക് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവർ കംപ്ലീറ്റ് ആയിട്ട് തരണമെന്നില്ല. അപ്പോൾ മാക്സിമം പ്രോബ്ലം തന്നെ ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്ന അങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്, അങ്ങനെ വരത്തുള്ളൂ. എന്തായാലും ഒന്നെങ്കിൽ എല്ലാം പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തിയറി 2 പ്രോബ്ലം എന്നുള്ള രീതിയിലായിരിക്കും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അല്ലാതെ 2 തിയറി എഴുതാനും എന്നുള്ള രീതിയിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ മാക്സിമം തിയറി സെലക്ട് ചെയ്യാതെ തന്നെ നോക്കുക എന്നുള്ളതാണ്. തിയറി ചോദിക്കാനുള്ള ചാൻസസും കുറവാണ്, പക്ഷെ അറിയില്ല, അതിനും ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സാം പാറ്റേൺ സംഭവവും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി മൊത്തത്തിൽ എത്ര ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നതെന്നുള്ളതിൻ്റെയൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു വെയിറ്റേജ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. ഈ ഒരു വർഷത്തെ ഒരു വെയിറ്റേജ് വീഡിയോ എന്നുള്ള രീതിയിൽ ചോദിച്ചേക്കുന്നത്. ഇത് ജസ്റ്റ് ഓവറോളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പഴയ പാറ്റേണിലാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്നാണ് മിസ്സിൻ്റെ വിശ്വാസം. അടുത്തത് നമ്മൾ നമ്മുടെ ചാപ്റ്ററിലോട്ട് കടക്കുവാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇത് കൂടുതലും ചോദിക്കാൻ പോകുന്നത് വാട്ട് ഇസ് ഗ്യാപ്പ് അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നുള്ളതായിരിക്കും. ഓക്കെ, മിസ് ഇവിടെ ദേ ഒരു സ്റ്റാർ ആണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പഠിക്കുകയും ചെയ്യണം എന്നാൽ വിടാനും പറ്റത്തില്ല, അങ്ങനത്തെ ഒരു സംഭവം. കാരണം 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് എന്നുള്ള രീതിയിൽ ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കും. ഓക്കെ, കൂടുതൽ ഞാൻ പറഞ്ഞ ഡിഫൈൻ ചെയ്യാനായിരിക്കും. അല്ലെങ്കിൽ ഈ ഗ്യാപ്പ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടും ഇവരിതിൻ്റെ ഫുൾ ഫോം എന്തുവാന്നായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ 2-3 ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയും ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അല്ല എസ്സേ എന്നുള്ള രീതിയിലൊന്നും ഭയങ്കരമായിട്ടൊന്നുള്ളതല്ല. എസ്സേ ചോദിച്ചിട്ടുള്ളത് തന്നെ ഗ്യാപ്പ് എന്താണ്, അതിൻ്റെ ഫുൾ ഫോം എഴുതുക, എന്നിട്ട് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അക്കൗണ്ടിങ് തിയറി നമ്മൾ പഠിക്കാൻ നോക്കാൻ പോകുന്ന ആ ഒരു തിയറി ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ പോർഷൻസ് വന്ന് എല്ലാത്തിനും കൂടെ 8 മാർക്ക് എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. അല്ലാതെ ഇതിനെ മാത്രമായിട്ട് ഈ പറഞ്ഞ പോലെ 8 മാർക്ക് എന്നുള്ള രീതിയിലൊന്നും വരില്ല. 1 മാർക്ക് 2 മാർക്ക് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഫുൾ ഫോം എന്നുള്ള രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം വിടാനും പറ്റില്ല. എന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് കുറേ കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക, എന്താണ് മീനിങ് എന്നുള്ളതും പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്ന ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്. ഇതാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമോ പല രീതിയിലും ചോദിക്കാൻ പോകുന്നത്
ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഓക്കെ, മിസ് ഇവിടെ സണ്ണിൻ്റെ ഇതാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ അർത്ഥം വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വീണ്ടും മിസ് ഒന്നുകൂടെ എടുത്തു പറയാം. നിങ്ങളിപ്പോൾ ആലോചിക്കുക ഷെടാ ഇതൊക്കെ എന്താണെന്ന് മിസ് പഠിപ്പിച്ചിട്ട് പോകുന്നില്ലല്ലോ, മിസ് വെറുതെ ഇത് ചോദിക്കും എന്നുള്ളത് മാത്രമാണല്ലോ പോകുന്നതെന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ പേടിക്കണ്ട. നമ്മൾ ഓൾറെഡി 0 to A+ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ലൈവ് സെഷൻ പോയിട്ടുണ്ട്. ഓക്കെ, അത് ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം കൂടാണ് മിസ് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡഡ് വീഡിയോ എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഫുള്ള് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ടും എന്തെങ്കിലും ഡൗട്ടും സംഭവം കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ മിസ് ആ വീഡിയോയുടെ കമൻറ്റിൽ താഴെ ഇടുവാണെന്നുണ്ടെങ്കിൽ അത് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. തലേന്ന് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പം എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഏതാണ് മെയിനായിട്ട് പഠിച്ചു പോകേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മുടെ III+1 കോമേഴ്സ് ചാനലിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. മിസ് പറഞ്ഞ് ലൈവ് സെഷനിലോട്ടൊക്കെ പോയി. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, എന്തായാലും ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് എങ്ങനെ ചോദിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ ഈ ഒരു ഏരിയയിൽ നിന്നും ഓക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള പാറ്റേൺ എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോവിങ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കും, ഇത് ഏത് കോൺസെപ്റ്റ് ആണെന്നുള്ള രീതിയിൽ നിന്ന് പറഞ്ഞ് സൈഡിൽ ഇതും കൊടുക്കും. ഓക്കെ, കൂടുതലും മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് മാച്ച് ദ ഫോളോയിങ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, മാച്ച് ദ ഫോളോയിങ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ 2 മാർക്ക് എന്നുള്ള രീതിയിലൊന്നും അവർ ചോദിക്കത്തില്ല. കൂടുതൽ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, 4 മാർക്കോ 5 മാർക്കോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ വേറെ ഒന്നും നോക്കണ്ട, എടുത്തത് എഴുതിക്കോളാം. കാരണം ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഒരു 4-5 മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും പറ്റിയതാണ് ഈ മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നിങ്ങൾ വെറുതെ ക്ലാസ്സിൽ കേട്ടിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ മാച്ച് ദ ഫോളോയിങ് വന്നാൽ വിടരുത്. ടൈം സേവ് ചെയ്യാനും പറ്റും, പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് കൂടുതലും മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വിടരുത്, ഇത് നല്ല അടിപൊളിയായിട്ട് പഠിച്ചോണം. ആൻഡ് അടുത്തത് അതേപോലെ ചോദിച്ചിട്ടുള്ളതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. ഓക്കെ, ഇതും കുറേ വട്ടം സംഭവം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് കൊടുത്തിട്ട് എന്താ പറയുക, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രെയിനിങ് സെഷൻ വെച്ചു നമ്മുടെ എംപ്ലോയീസിനും. ഓക്കെ, അത് നമ്മൾ നമ്മുടെ അക്കൗണ്ടിങ് ബുക്കിൽ കാണിക്കുന്നില്ല, വൈ? ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. എന്തുകൊണ്ടാണ് വൈ? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് അത് റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അങ്ങനെയും ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലും ചോദിക്കാം. ഓക്കെ, കൂടുതലും ഒന്നുകിൽ എൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും മാച്ച് ദ ഫോളോയിങ് ആണെങ്കിലും എക്സ്പ്ലനേഷൻ ആണെങ്കിലും ചോദിക്കുന്നത്. അല്ല വാട്ട് ഇസ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്നുള്ള രീതിയിലും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അത് ഇതിൻ്റെ ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, ബിസിനസ് എൻറ്റിറ്റി പിന്നെ വാട്ട് ഇസ് എന്ന് പറഞ്ഞെങ്ങാണ്ട് ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതൊന്നും ഡയറക്റ്റായിട്ടെന്നുള്ള രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ ലെവലാണ് നമുക്കിപ്പോൾ ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ ലെവലിൽ തന്നെ പഠിച്ച പോലെ വാട്ട് ഇസ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് അത് വിട്ടേക്കുക. എക്സാമ്പിൾ പഠിക്കുക, ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പഠിക്കാം. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ മിസ് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കയറി കാണും. ഓക്കെ, അടുത്തതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഓക്കെ, അത് നമ്മൾ സ്റ്റാറാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ മാച്ച് ദ ഫോളോയിങ്ങിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റും ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റും എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ ആ മാച്ച് ദ ഫോളോയിങ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് കാണും മാച്ച് ചെയ്യാൻ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുണ്ട് മിസ്, ലാസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലിയർ ആയിട്ട്. വിടാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത വരുന്നതാണ് അക്കൗണ്ടിങ് പീരീഡ് ദിവസം 3 കൊടുത്തേക്കുന്നത്. ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായിട്ട് ഇതുവരെ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ എന്താണ് സംഭവം എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ചിലപ്പോൾ എന്തെങ്കിലും ചോദിച്ചാലോ എന്ന് വെച്ചിട്ട് അത് നിങ്ങൾക്ക് അക്കൗണ്ടിങ് പീരീഡ് എന്നുള്ള എനിക്ക് തോന്നുന്നു നിങ്ങൾ തലേന്ന് ഇരുന്ന് നോക്കാതെ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. വാട്ട് ഇസ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് ചോദിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേറ്റ് കൊടുത്തിട്ട് ഇത് ഏത് കോൺസെപ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ എന്നറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഈ ഒരു 3 കൊടുത്തേക്കുന്നത് വിടാനുള്ളതല്ല, പക്ഷെ ചുമ്മാ ഒന്ന് നോക്കിയാൽ അല്ലെങ്കിൽ ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. കോസ്റ്റ് കോൺസെപ്റ്റ് മിസ് 3 കൊടുത്തേക്കുന്നത്. ഓക്കെ, അതും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഓക്കെ,
പക്ഷെ വിടാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്ററായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ചെയ്യുമ്പം ഓക്കെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചോദിക്കുന്നത് ഈ കോൺസെപ്റ്റ് അനുസരിച്ചുള്ളതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് സംഭവം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള രീതിയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ചോദിക്കുമോ എന്ന് വെച്ചാൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഒരു വട്ടം അങ്ങാണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും വർഷത്തെ എടുത്ത് നോക്കിയപ്പോൾ 1-2 പ്രാവശ്യം അങ്ങാണ്ട് ഈ ഒരു കോസ്റ്റ് കോൺസെപ്റ്റിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലാതെ എന്തോ അങ്ങാണ്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അല്ലാതെ ഇത് വിടണമെന്ന് വെച്ചാൽ ഇല്ല, നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് കോസ്റ്റ് കോൺസെപ്റ്റ് എന്നുള്ളത്. കാരണം ഇതെല്ലാം ഞാൻ പറഞ്ഞാൽ അറിഞ്ഞിരുന്നാലേ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അല്ലാതെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ മാച്ച് ഫോളോയിങ് അല്ലാതെ ചോദിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രിക്കി ആയിട്ട് ചോദിക്കുന്നത് ഇത് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ചിലപ്പം ഈ പറഞ്ഞ പോലെ റിപ്പയർസ് വേജസ് എന്നൊക്കെ പറഞ്ഞും സെപ്പറേറ്റ് ആയിട്ട് അവർ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും എടുത്തിടും, പക്ഷേ ഇത് ആക്ച്വലി കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ സംഭവം കാര്യങ്ങളൊക്കെ മിസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും. പക്ഷേ വീണ്ടും മിസ് ഓർമ്മിപ്പിക്കുകയാണ്, എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, യെസ്. അടുത്തത് ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഇതാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് മിസ് പറയാൻ വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അതിന് മാത്രമായിട്ട് മിസ്സിന് വേറൊരു സിമ്പിൾ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊടുക്കാൻ ഞാൻ. കാരണം ഇനി നിങ്ങൾ വേറെ ഒന്നും പഠിക്കാതെ പോയാൽ ഈ സംഭവം പഠിക്കാതെ പോകലും. ഓക്കെ, ഏറ്റവും കൂടുതൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, പല രീതിയിൽ ചുമ്മാ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതെടുത്ത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെ ചോദിക്കാമോ പല രീതിയിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് കൊന്നാലും ഈ ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് വിടരുത്. ഇതേപോലെ വേറൊന്നും കൂടെ അത് എത്തുമ്പോൾ മിസ് പറയാം. ഓക്കെ, കണ്ട ഇതിൻ്റെ അകത്താണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇക്വേഷനൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് റവന്യൂ റെക്കഗ്നിഷൻ. അതിന് മിസ് 3 കൊടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ ഇടയ്ക്കൊരു ഇതായിട്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവുക. സംഭവം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ ഇതെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് ടൈം അതിൽ കളയേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. അത് മിസ് സ്റ്റാറാണ് കൊടുത്തേക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ വട്ടം അപ്പുറത്തും ഇപ്പുറത്തും എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 2 വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വർഷം ചോദിക്കത്തില്ല. ഓക്കെ, അങ്ങനത്തെയാണിത്. അതുകൊണ്ടാണ് മിസ് ഒരു സ്റ്റാർ കൊടുത്തേക്കുന്നത്. നമുക്ക് വിടാൻ പറ്റില്ല, ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ അത് മിസ് 3 കൊടുത്തേക്കുന്നത്. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഓക്കെ, ഇനി ചോദിച്ചാൽ പോലും എനിക്ക് തോന്നുന്നു നിങ്ങൾ പഠിച്ചതിൻ്റെ ഒരു ബേസിസിൽ വെച്ചല്ലേ, നമ്മുടെ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓർമ്മയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം എക്സാമിൻ്റെ തലേന്ന് കുത്തിയിരുന്ന ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് പഠിക്കുക, ജസ്റ്റ് നോക്കി പോയാൽ മതി, അങ്ങനെ ചോദിച്ചിട്ടില്ല. ഓക്കെ, അടുത്തതാണ് കൺസിസ്റ്റൻസി മിസ് സ്റ്റാറാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുറേ വട്ടം അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഡുവൽ ആസ്പെക്ട് പറഞ്ഞ പോലെ എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ടോ എന്നില്ല, പക്ഷേ ഇടവിട്ട് ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അടുത്തതാണ് കൺസർവേറ്റിസം ഞാൻ ഡുവൽ ആസ്പെക്ട് പറഞ്ഞ പോലെ എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, അവരെങ്ങനെയാണ് ചോദിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെയാണെങ്കിലും ചോദിച്ചിരിക്കും. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. മിസ് ഇത്രയും വർഷത്തിൻ്റെ ക്വസ്റ്റ്യനിൽ എടുത്ത് നോക്കിയിട്ട് എല്ലാ വർഷവും ഈ കൺസർവേറ്റിസം ഡുവൽ ആസ്പെക്റ്റും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വിടാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചിട്ടുള്ളത് കൺസർവേറ്റിസം ആണ്. ഫസ്റ്റ് മിസ് നോക്കിയപ്പം മനസ്സിലായത് കൺസർവേറ്റിസം ആണ് ഫസ്റ്റ്. രണ്ടാമത് വരുന്നതാണ് ഡുവൽ. അത് രണ്ടാമത് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുക കുറച്ച് ഇല്ല, ഒരു 2-3 വട്ടത്തിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് ഈ പറയുന്നത്. പിന്നാണ് ഇത് രണ്ടും തകർത്ത് ചോദിച്ചിട്ടുണ്ട്, വിടരുത്, പഠിച്ചോണം. ഓക്കെ, പിന്നെ വരുന്നതാണ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ. അതും സ്റ്റാറാണ് കൊടുത്തേക്കുന്നത്. പറഞ്ഞ പോലെ പല വട്ടമായിട്ട് എന്തൊക്കെയോ എവിടേക്കോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റും സ്റ്റാറാണ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ചിലപ്പം ചോദിക്കത്തില്ല എന്നും പറഞ്ഞ് വിടുന്ന ഒരു സംഭവമാണ്, പക്ഷെ കുറേ വട്ടം ഇടയ്ക്കിടയ്ക്ക് അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. പിന്നെ വരുന്നതാണ് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളതും. ഇത് മിസ് ഒന്നും കൊടുത്തിട്ടില്ല, വേറെ കൊടുക്കാഞ്ഞതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഇത് നമ്മൾ
അങ്ങനെ എന്തൊക്കെയാണ് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ചോദിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഡബിൾ എൻട്രി സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നുള്ളത് ബേസിക് അറിവാണ്. ഓക്കെ, അത് വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ വിഷയമാണ്. അപ്പോൾ ആ ഡബിൾ എൻട്രി സിസ്റ്റം എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും കൊടുക്കാഞ്ഞത്, വേറെ ഒന്നുമല്ല. നോക്കി മനസ്സിലാക്കി പോവുക. അതെനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത്രയും കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി എന്താണ് ആ ഒരു റിസീവിങ് ആസ്പെക്ട്, ഗിവിങ് ആസ്പെക്ട് എന്നുള്ളത്. ഓക്കെ, ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തിട്ടിരിക്കുന്നതാണ്. പിന്നെ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങും ഇടയ്ക്ക് 2-3 വട്ടം ഇങ്ങനെ എന്തോ ഒന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മിസ് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാം എന്താണ് അക്രൂവൽ ബേസിസിലാണ് ചെയ്യുന്നതെന്നുള്ളത് ബേസിക് നോളേജാണ്. ഓക്കെ, അപ്പം അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അത് ഭയങ്കരമായിട്ട് ചോദിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇതൊക്കെ അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടില്ല. കുറേ വർഷങ്ങൾ കൂടുമ്പോൾ എന്തോ ഒരു സംഭവം ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത നിങ്ങൾ മെയിനായിട്ടും പഠിക്കേണ്ടത് GST ആണ്. ഓക്കെ, GST ഈ പറഞ്ഞ പോലെ സ്റ്റാറാ കൊടുത്തേക്കുന്ന കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഇത് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആക്കി സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നു. കുറച്ച് കാരണം അത് GST ഇത് വന്നിട്ടും കുറച്ച് വർഷമൊക്കെ പറയുമ്പോൾ മിസ്സിൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയാം കുറച്ച് നാളെ. കാരണം കൊറോണയ്ക്ക് ശേഷം നമുക്കങ്ങോട്ട് വർഷം മറ്റേ പോയത് നമുക്ക് അങ്ങോട്ട് ഇതുവരെ നമ്മൾ കൂട്ടാത്തതുകൊണ്ട് പറയാണ് കുറച്ചധികം നാളായി വന്നിട്ട്. ബട്ട് സ്റ്റിൽ പറയുമ്പോൾ എന്താണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ ക്വസ്റ്റ്യൻസിൽ ഈ പറയുന്ന സംഭവം ഇല്ല, GST ഇല്ല. ഓക്കെ, പക്ഷെ നമ്മൾ പഠിക്കണം. അതും ഭയങ്കരമായിട്ടുള്ള രീതിയിലൊന്നും ആയിരിക്കത്തില്ല അവർ ചോദിക്കുന്നത്. ചിലപ്പോൾ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് മാക്സിമം പോയ 4 മാർക്കിൻ്റെ ഒക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ 5 മാർക്കിൻ്റെ അങ്ങാനും ചോദിക്കുമെങ്കിലും വലിയ സംഭവം ഇല്ല. ഓക്കെ, നമുക്കത് സെറ്റാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, കാരണം അഡ്വാൻറ്റേജ് ഇതെല്ലാം വരുന്നത് ജസ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇതാണ് മിസ് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ്. കണ്ടോ, ഈ പറഞ്ഞ നമ്മുടെ തിയറി ബേസിസിൻ്റെ അകത്ത് വരുന്നതാണിത്. കൂടുതൽ മാച്ച് ദ ഫോളോയിങ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതെല്ലാം കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് ഏറ്റവും കൂടുതൽ എന്നുള്ള രീതിയിൽ മിസ് നോക്കിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ വീണ്ടും കണ്ട മാച്ച് ദ ഫോളോയിങ് ആണ് വന്നേക്കുന്നത്. യെസ്, പിന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള കണ്ട എക്സാമ്പിൾസ് കൊടുത്തിട്ട് ഇത് ഏത് കോൺസെപ്റ്റാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. പിന്നെ ചോദിക്കുന്നത് ഇതേപോലെ എക്സാമ്പിൾ കൊടുത്തിട്ട് അവർ പറയും ഏത് കോൺസെപ്റ്റാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഓക്കെ, ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇല്ല എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2 മാർക്ക്. അപ്പോൾ ആ കോൺസെപ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് 1 മാർക്കും പിന്നെ അത് എക്സ്പ്ലെയിൻ എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 2 മാർക്ക് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, അടുത്തത് യെസ്. പിന്നെ അത് ഇതേപോലെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് അത് ഏത് പ്രിൻസിപ്പിളാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും. ഓക്കെ, വീണ്ടും എക്സാമ്പിൾസ് കൊടുത്തേക്കുവാണ്. ഓക്കെ, എക്സാമ്പിൾസ് കൊടുത്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. ഓക്കെ, ഇതാണ് മൊത്തത്തിലുള്ള ഒരു എക്സാം പാറ്റേൺ. എല്ലാ ക്വസ്റ്റ്യൻസും മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, മിസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ നമ്മുടെ ആ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പം ഇത് നമ്മൾ എൻ്റെ ജസ്റ്റ് ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന നോട്ട്സ് സംഭവം കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ജസ്റ്റ് ക്ലാസ്സും കാണുക എന്നിട്ട് നോട്ട്സും കൂടെ വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, സോ സെക്കൻഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്നുള്ള മെസ്സേജസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ മിസ് അത് ക്ലിയർ ചെയ്ത് എഴുതിയായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേറെ വീഡിയോ വേണം, അല്ലെങ്കിൽ മിസ് ഈ ടോപ്പിക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സെറ്റാക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഗൈസ്.